പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രക്ഷകനായി അവതരിച്ച് എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൺമണിയെ വിവാഹം കഴിക്കാം എന്നുള്ള തീരുമാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വരുൺ എത്തിച്ചേരുകയും കൺമണിയുടെ വീട്ടിൽ വെച്ച് എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ഇപ്പോൾ വന്നത്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒരു പ്രശ്നവും ഇതിന്റെ പേരിൽ ഉണ്ടാകാൻ ഞാൻ അനുവദിക്കുകയുമില്ല. ധൈര്യമായിരിക്കൂ. നിങ്ങൾക്ക് പൈസയല്ലേ വേണ്ടത്? അത് ഞാൻ ശരിയാക്കാം. ഇത് കേൾക്കുന്ന മനോജ്, ഈ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇരിക്കുകയായിരുന്നു. ഇതേ സമയം ധനലക്ഷ്മി, വരുൺ മോൻ വന്നത് നന്നായി. വരുൺ മോൻ ഉള്ളതാണ് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസം. വരുൺ മോൻ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഈ കടം വീട്ടുന്നതിന് വേണ്ടി വരുൺ മോന്റെ സഹായം ഉണ്ട് എങ്കിൽ അത് വലിയൊരു ഉപകാരമാകും. ഇതോടെ എന്തായാലും ഞാൻ കൺമണിയെ വിവാഹം കഴിച്ചാൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ബന്ധുക്കളാവില്ലേ? നിങ്ങൾക്കൊരു അപകടം വരുമ്പോൾ ഞാനല്ലേ സഹായിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ആ പൈസ അടച്ച് ഞാൻ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. യാതൊരു വിധത്തിലും നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഇതോടെ താൻ വിചാരിച്ചതുപോലെ കൺമണി ഇനി വിവാഹത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോഴാണ് കൺമണി മുന്നിലേക്ക് കടന്നു വരുന്നത്. വരുൺ, നിങ്ങളിപ്പോൾ ചെയ്തത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അത് നിഷേധിക്കുന്നതിന് ഞാൻ തയ്യാറല്ല. ഇത്രയും തുക അതും ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ ഇപ്പോൾ ആരുമില്ലാത്ത സമയത്താണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഈ സഹായം ഒരിക്കലും ഞങ്ങൾ മറക്കില്ല എന്നതും സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്താണ് കൺമണി? എന്താണ് കൺമണിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന്, ഞാൻ ഈ തുക തിരികെ നൽകിയിരിക്കും. അത് കുറച്ച് സമയം എടുത്തിട്ടാണ് എങ്കിലും ആ തുക നൽകിയേ ഈ കടം വീട്ടുകയുള്ളൂ എന്ന് പറയുകയും എന്നാൽ മാത്രമാണ് എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. വരുണിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ തുക ഞാൻ തിരികെ നൽകും വരുണിന് ആ കാര്യത്തിൽ എന്നെ വിശ്വസിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും വരുൺ ചെയ്തു തന്ന ഉപകാരം ഞാൻ മറക്കുകയില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണ്, കൺമണിയുടെ വാക്കാണ്. കൺമണി താൻ നൽകിയ വാക്കിൽ നിന്ന് പിന്മാറുകയില്ല. വരുണിന് എന്നെ ധൈര്യമായി വിശ്വസിക്കാം. വരുൺ, ധൈര്യമായിരിക്കൂ. ഇതോടെ വരുണിന് അബദ്ധം പറ്റി എന്ന് മനസ്സിലാവുകയാണ്. കാര്യങ്ങൾ കൈവിട്ട് പോവുകയുമാണ്. കൺമണി കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് നിരാശനായി അച്ഛൻ്റെ കൂടെ മടങ്ങുകയാണ് വരുൺ. ഇതോടെ വരുണിന്റെ അച്ഛൻ വരുണിനോട്, നീ ഉദ്ദേശിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുകയും, അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നീ വെറുതെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്തിട്ട് യാതൊരു ഉപകാരവുമില്ല. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കൺമണി, നീ ഈ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കി കാണണം. നീ മരത്തിൽ കാണുമ്പോൾ അവൾ മാനത്ത് കാണുന്നവളാണ്. അതുകൊണ്ട് തന്നെ അവളെ അത്ര പെട്ടെന്നൊന്നും നിന്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേൾക്കുന്നവരും അങ്ങനെ കാര്യങ്ങൾ വിട്ടുകളയുകയില്ല എന്ന് പറയുകയും, അതുകൊണ്ട് തന്നെ നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് കേട്ടതിനെ തുടർന്ന്, ഞാൻ എന്തായാലും വിജയിച്ച് കാണിച്ചു തരാം. അവളെ എൻ്റെ വഴിക്ക് തന്നെ ഞാൻ കൊണ്ടുവരും.
അവളെ താലി കെട്ടുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ വരുണിന്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇതേ സമയം ധനലക്ഷ്മി, നീ എന്ത് കണ്ടിട്ടാണ് പെണ്ണെ ആ തുക തിരിച്ചടയ്ക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയത്? നിനക്ക് ആര് നൽകാനാണ്? നീ ആ പൈസ തിരിച്ചടയ്ക്കണമെങ്കിൽ എത്ര സമയമെടുക്കും എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ? അതിനു വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടണം? നീ അത് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന്, വാക്ക് കൊടുത്തത് ഞാനാണ് എങ്കിൽ അത് പാലിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. അതിന് എനിക്ക് ആരുടെയും സഹായം വേണ്ട. കാര്യങ്ങൾ ഞാൻ കൃത്യമായി ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ അത് ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ധനലക്ഷ്മി. ഇതോടെ മനോജ്, കൺമണി, നീ ഒറ്റയ്ക്കല്ല, സഹായിക്കാൻ ഞങ്ങളും കൂടെയുണ്ട്. നമ്മൾ വരുണിന് ആ തുക മടക്കി നൽകുക തന്നെ ചെയ്യും. ഇതൊരു കടപ്പാടായി ഒരിക്കലും അവശേഷിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയത് ധനലക്ഷ്മിയുടെ പ്ലാനിന് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.